ഹായ് നമസ്കാരം, ഞാൻ രാകേഷ് എം ജി ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നിപ്പോൾ ഞാൻ പറയാൻ പോകുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ പലപ്പോഴും വാഹനത്തിനൊരു കംപ്ലയിൻറ്റ് വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു സൗണ്ട് വരുന്ന സമയത്തോ, അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റീസ് നമുക്ക് ഫീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്നൊരു കാര്യം എന്താണ്, നേരെ അത് കൊണ്ടുപോയി ഷോറൂമിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും നമ്മൾ കൊണ്ട് കാണിക്കും. അതായത് മെക്കാനിക്കൽ സെക്ഷനിലുള്ള ആരെങ്കിലും കൊണ്ട് നമ്മൾ കാണിക്കും. അപ്പോൾ പലപ്പോഴും നമ്മൾ കുറച്ചെങ്കിലും ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഈ ഒരു സൗണ്ട്. അതായത് ഈ ഒരു സൗണ്ട് അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റ് ഈ വാഹനത്തിന് നോർമലായിട്ടുള്ളത്. കംപ്ലയിൻ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഈ ഒരു കംപ്ലയിൻറ്റോ കാണിച്ചുകൊണ്ട് ഷോറൂമിൽ കൊണ്ട് കാണിക്കുകയെന്ന് വെച്ചോളൂ. അപ്പോൾ കാണിച്ച് കഴിയുമ്പോഴത്തേക്കും ഫസ്റ്റ് ഷോറൂമിലൊക്കെ അവർ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരു ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കും. അപ്പോൾ ടെസ്റ്റ് ഡ്രൈവ് എടുക്കുന്ന വിത്ത് കസ്റ്റമറുടെ പ്രസൻസിൽ തന്നെയാണ്. അതായത് കസ്റ്റമർ ഇരുത്തിക്കൊണ്ട് തന്നെ ആ സൗണ്ടിൽ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. അപ്പോൾ അന്നേരം ശരിക്കും നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് പറഞ്ഞാൽ ആ സൗണ്ട് അവരെ വ്യക്തമായിട്ട് കേൾപ്പിച്ച് കൊടുക്കുക, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കംപ്ലയിൻറ്റ് അത് വ്യക്തമായിട്ട് നമ്മുടെ കൂട്ടത്തിൽ വാഹനം ഓടിച്ച് നോക്കുന്ന ആ ഒരു സർവീസ് അഡ്വൈസർ ആണെങ്കിലോ അല്ലെങ്കിൽ ടെക്നിക്കൽ അഡ്വൈസർ ആണെങ്കിലോ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ അത് കൃത്യമായിട്ട് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓടിച്ച് കൺഫേം ആക്കി കഴിയുമ്പോഴത്തേക്കും അവർക്കും ഇതിൻ്റെ എന്താണ് സൗണ്ട് എന്നുള്ളത് മനസ്സിലാവും. അപ്പം നിലവിൽ ഗ്രാജുവലായിട്ട് അവർ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ആദ്യം ഒന്ന് ചെക്ക് ചെയ്ത് നോക്കും. കാരണം ആദ്യം ഒന്ന് ഇൻസ്പെക്ട് ചെയ്യും. ഇത് ശരിക്കും പറഞ്ഞാൽ ഇതിന് വേറെ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളൊക്കെ ഉണ്ടോ. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു എ സ്റ്റാർ തന്നെ നമുക്ക് നോക്കാം. എ സ്റ്റാറിന് വരുന്ന ഒരു പൊതുവേ ഒരു ചെറിയൊരു കംപ്ലയിൻ്റ് ആണ് ബാക്കിൽ നിന്ന് ഒരു അബ്നോർമൽ ആയിട്ടുള്ളൊരു സൗണ്ട്. അത് പൊതുവേ എല്ലാ വാഹനത്തിനും വരുന്നതാണ്. ശരിക്കും അത് റിയർ ആക്സിലിൽ നിന്ന് വരുന്നൊരു ചെറിയ സൗണ്ടാണ്. അത് മാറ്റാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ മാറ്റാൻ പറ്റും, പക്ഷേ കുറച്ച് കോസ്റ്റ്ലിയാണ്. റിയർ ആക്സിലിൻ്റെ ഒരു ഇഷ്യൂ കൊണ്ടാണ് അത് അങ്ങനെ വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഓരോ വാഹനത്തിനും അതുപോലെ തന്നെ ചെറിയ ഓരോ കംപ്ലയിൻസുകൾ കാണും. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് പറഞ്ഞാൽ, നമുക്ക് അങ്ങനെ ഒരു ഡൗട്ട് വെച്ച് ഒരു കാരണവശാലും നമ്മൾ വാഹനം ഓടിക്കാൻ പാടില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അതായത് നിങ്ങളുടെ വാഹനത്തിൽ എന്തെങ്കിലും ഒരു സൗണ്ട് ഉണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും അബ്നോർമാലിറ്റി നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ അത് കൊണ്ട് കാണിച്ച് നമ്മുടെ മനസ്സിനെങ്കിലും നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അതൊന്ന് ജസ്റ്റ് കൊണ്ട് കാണിച്ച് കൺഫേം ചെയ്ത് നോക്കുക. കാരണം വേറെ വർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് വേറെ പേയ്മെൻറ്റോ കാര്യങ്ങളൊന്നും വരത്തില്ല. ആ കാര്യത്തിൽ പേടിക്കേണ്ട. നമുക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു സൗണ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പലരും മടിക്കുന്ന ഒരു കാര്യമാണ്. ഷോറൂമിൽ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഒത്തിരി പൈസയാവും, അല്ലെങ്കിൽ അവർ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഒത്തിരി പേയ്മെൻറ്റ് വരും. ഒരു കാരണവശാലും അങ്ങനെ വരത്തില്ല. ആദ്യം നമ്മൾ കൊണ്ട് കാണിച്ച് നോക്കുക. കാണിച്ച് നോക്കി കഴിയുമ്പോഴത്തേക്കും അവർ നോക്കിയിട്ട് ഏതായാലും പറയും ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അല്ലെങ്കിൽ ഇന്ന കാര്യം മാറണം, ഇത് മാറിയാൽ ഓക്കെ. അപ്പോൾ നമുക്കൊരു മനസ്സിലൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതായത് ഇന്ന കംപ്ലയിൻറ്റ് കൊണ്ടാണ്, അല്ലെങ്കിൽ ഇത് നമുക്ക് ചെയ്യാൻ സാധിക്കില്ല, ഇത്ര രൂപ മതി എന്നുള്ളൊരു കാര്യം നമുക്കൊരു ഐഡിയ കിട്ടും. ഇൻ കേസ് അതല്ല, ചിലപ്പോൾ ഒരു വാഹനത്തിന് ഞാനിപ്പോൾ ഈ പറഞ്ഞ പോലെ കോമൺ ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അത് കംപ്ലയിൻ്റ് ആയിരിക്കത്തില്ല, ചിലപ്പോൾ ആ വാഹനത്തിന് അങ്ങനെ ആയിരിക്കും. അങ്ങനെ എന്തെങ്കിലും ഡൗട്ട് നമുക്ക് വരികയാണെങ്കിൽ പോലും നമ്മൾ ഇതുപോലെ കാണിക്കുന്ന സമയത്ത് അവർ പറയുകയാണെങ്കിൽ ഈ വാഹനത്തിന് കോമൺ ആണ്, വേറെ കുഴപ്പങ്ങളൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമുണ്ട്. അവരോട് തന്നെ ആവശ്യപ്പെടുക, ഇതുപോലെ തന്നെ വേറൊരു വാഹനത്തിലും ഈ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ഈ പറഞ്ഞൊരു കംപ്ലയിൻറ്റ് കാണിച്ചു തരിക. കംപ്ലയിൻറ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഈ പറഞ്ഞ എന്താണോ ആ ഒരു നോയ്സ് കേൾപ്പിച്ച് തരിക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല. കാരണം നമ്മുടെ അവകാശമാണത് മനസ്സിലാക്കുക എന്നുള്ളത്. അപ്പോൾ ഇത് ആരും മനസ്സിലാക്കാതിരിക്കരുത്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും സംശയമോ കാര്യങ്ങളോ എന്തുണ്ടെങ്കിലും കൊണ്ടുപോയി ചെക്ക് ചെയ്ത് കൺഫേം ചെയ്ത് ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് റിപ്പീറ്റഡായിട്ട് വേറെ വാഹനത്തിൽ വരുന്നുണ്ടോ, അത് കംപ്ലയിൻ്റ് അല്ല, അത് നോർമൽ ആണെന്ന് ഉള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെല്ലാം. അതായത് ഏതൊരു കസ്റ്റമറാണോ അവർ സാറ്റിസ്ഫൈഡ് ആയിരിക്കും. പക്ഷേ ഈ ഒരു ഡൗട്ട് വെച്ച് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സംശയം വെച്ചുകൊണ്ട് ഒരു കാരണവശാലും നിങ്ങൾ വാഹനം ഓടിക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലതെന്ന് ഞാൻ പറയത്തുള്ളൂ. ഇങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നേരെ കൊണ്ട് കാണിച്ചത് ക്ലിയർ ചെയ്യുന്നത് അത്യാവശ്യമാണ്.